ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ജീവവചനത്തിന്റെ പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആത്മാവിൽ ദരിദ്രന്റെ ജീവിതം എന്ന വിഷയമാണ് നാം ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പുറപ്പുകളെ, ലോകത്തിൽ ദരിദ്രന്മാരും സമ്പന്നന്മാരും ഉള്ളതുപോലെ തന്നെ ദൈവരാജ്യത്തിലും ദരിദ്രരും സമ്പന്നരും ഉണ്ടെന്നതിൻ്റെ ചില ആത്മീയ സത്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ചില ദൈവരാജ്യ മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അവരോട് അവരെക്കുറിച്ച് തന്നെ പറയുകയാണ്. ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ്. പ്രിയരെ, കർത്താവിൻ്റെ ശിഷ്യരാക്കപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അവകാശപ്പെട്ട ഒരു വാഗ്ദത്തമാണിത് എന്നറിഞ്ഞ് ആ ഭാഗ്യാവസ്ഥ പ്രാപിക്കാൻ ഞാൻ യോഗ്യത പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധനയ്ക്ക് നാം നമ്മെ തന്നെ ഇന്ന് പകലിൽ വിധേയപ്പെടുത്തുക. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പ്രസ്താവിച്ചത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്നാണ്. ആരാണ് ആത്മാവിൽ ദരിദ്രൻ? ഒരു ദരിദ്രൻ സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ലാത്തവനാണ്. അവൻ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നവനാണ് എന്നതുപോലെ ആത്മാവിൽ ദരിദ്രനും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഔദാര്യത്തിലാണ്. ദൈവം സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നതും നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതും ആത്മാവിൽ ദരിദ്രരെയാണ്. ദൈവം കാത്തിരിക്കുന്നതും ഒരാത്മാവിൽ ദരിദ്രൻ എന്ന് സ്വയം സമർപ്പിച്ച് അവനിലേക്ക് യാചന ഉയർത്തുന്നവനെയാണ്. ആത്മാവിൽ ദരിദ്രന് കൽപ്പനാ ശബ്ദമില്ല, യാചനാ ശബ്ദമേ ഉള്ളൂ. ആത്മാവിൽ ദരിദ്രൻ ഒരിക്കലും ദൈവത്തോട് കൽപ്പിക്കുകയില്ല, അവൻ ദൈവത്തോട് യാചിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിൽ ദരിദ്രൻ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെ തന്നെ എപ്പോഴും ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണ്. അവനറിയാം അവൻ്റെ യജമാനനും കർത്താവും ദൈവമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ഔദാര്യമാണ് എൻ്റെ ജീവിതവും ജീവനും എന്ന് അവന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ വന്ന് അവൻ യാചിക്കുകയും അനുദപിക്കുകയും ചെയ്യുവാൻ ഒട്ടുമേ മടിക്കുന്നവനല്ല. പ്രിയരെ, കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഞാൻ തെറ്റിപ്പോയി കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന അപേക്ഷയുമായി ഒരു പരീശനും ശാസ്ത്രിയും സദൂക്യനും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിരവധി ദരിദ്രന്മാർ കർത്താവിനരികിൽ യാചനയും അനുതാപഹൃദയവുമായി വന്നതായി നമുക്ക് കാണാൻ കഴിയും. ആത്മാവിൽ ദരിദ്രനെന്നറിയുന്നവന് മാത്രമേ അനുദപിക്കേണ്ട ആവശ്യമുള്ളല്ലോ. അവന് സ്വയം ന്യായീകരണം ഇല്ല. അവൻ അവൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നു, ക്ഷമ യാചിക്കുന്നു. നാം ദരിദ്രനോ അതോ സമ്പന്നനോ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ഒരു അനുതാപ ഹൃദയത്തിന് ഉടമയാണ് ഞാൻ എന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ പ്രിയരെ, ഒരു പരിശോധന നടത്തുക. ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ കുറവ്, ഒരു ചെറിയ പിഴവ്, അത് വലുതാകട്ടെ ചെറുതാകട്ടെ, ഒരുപക്ഷെ അത് ഒരു തെറ്റാണെന്ന് ചിന്തിക്കുവാൻ പോലും കഴിയുന്നുണ്ടാകുന്നില്ലായിരിക്കാം. എന്നാൽ മനസ്സിനൊരു സുഖമില്ല, ഒരു സമാധാനാന്തരീക്ഷവും അനുഭവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മനസ്സിൽ ഒരു സമാധാനാന്തരീക്ഷവുമില്ല എന്ന ഒരു ചിന്തയിലാണോ നാം? എങ്കിൽ ഒന്ന് ചിന്തിക്കുക, ഒന്ന് അനുദപിച്ച് ഒരു ക്ഷമായാചന ദൈവസന്നിധിയിൽ നടത്തി അവസാന ദിവസം എന്നാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയപ്പെടുക. കണ്ണിൽ അനുതാപത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും ഒരു നനവുണ്ടായ അനുഭവം ഈ അടുത്ത ദിനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്രകാരം അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ അനുതാപത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഒരു വർത്തമാനകാല അനുഭവത്തിലൂടെയും കടന്നു പോകാൻ കഴിയുന്നില്ലെങ്കിൽ
വചനത്തിന്റെ ശക്തമായ താക്കീത് ആത്മാവ് നൽകുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. വെളിപ്പാട് 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യമാണത്. പ്രിയരെ, ആത്മാവിൽ ദരിദ്രർ എന്ന അനുഭവത്തിൽ ഒരു പുതുക്കം പ്രാപിക്കുക. അവർക്ക് മാത്രമാണ് സ്വർഗരാജ്യം ലഭിക്കുന്നത് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ആത്മാവിൽ ദരിദ്രനായവന്റെ ജീവിതം കർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ്. പ്രിയരെ, നമ്മുടെ ആത്മീയ നിലവാരം എങ്ങനെയുള്ളതാണ്? ജീവിതത്തിലുള്ള പോരായ്മകൾ കണ്ടെത്തി പരിശുദ്ധന്റെ സന്നിധിയിൽ വന്ന് അനുദപിക്കുകയും ഏറ്റുപറഞ്ഞ് നിരപ്പിലാക്കുകയും ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? അതോ ഹൃദയവും കണ്ണും വരണ്ടുപോയ ഉണങ്ങിപ്പോയ ഒരവസ്ഥയിലേക്ക് വീഴ്ത്തപ്പെട്ടിരിക്കുന്നുവോ? പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതെ ആത്മാവിന്റെ ബലം കൈവരിച്ച് ആത്മീയ നടത്തിപ്പിന് കീഴ്പ്പെട്ടിരിക്കുക. ദൈവമഹത്വം നമ്മിൽ വെളിപ്പെട്ടു വരുവാൻ സമർപ്പിക്കപ്പെട്ടവരായി നിലകൊള്ളുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി കർത്താവിന് മഹത്വം. ആത്മാവിൽ ദരിദ്രരായി ജീവിക്കുവാൻ, കർത്താവിൽ നിന്ന് കൃപകളും വചനത്തിൻ്റെ ശക്തിയും ആത്മാവിന് നടത്തിപ്പും പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് മാനസാന്തരമുണ്ടാകുകയും ഞങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുകയും ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നു തരണം. ഇന്നിൻ്റെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നിറവേറ്റി തന്ന് മാനിക്കണം. ഞങ്ങൾ ലജ്ജിക്കപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്.